ഇന്ന് തനി നാടൻ വിഭവമായിട്ടുള്ള കപ്പ ബിരിയാണി അല്ലെങ്കിൽ കപ്പയും ബീഫും. എൻ്റെ നാട്ടിലിതിനെ ഇറച്ചിയും പൂളയെന്ന് പറയും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കപ്പ 1.5 കിലോ എടുത്ത് കഷ്ണങ്ങളാക്കി അത് നെകയ്ക്ക് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഊറ്റി വെക്കാം. ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കിലോയുടെ അടുത്ത് വരുന്ന ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തതും, ഒരു സവാള തിന്നായിട്ട് പൊടിയായി അരിഞ്ഞതും, ഒരു ചെറിയ ടൊമാറ്റോയും അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓരോ ടേബിൾ സ്പൂൺ വീതം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അല്പം ഉലുവ, അല്പം വലിയ ജീരകം, ഗരം മസാല 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുത്ത് ഒരു തവി വെള്ളം കൂടെ ഒഴിച്ച് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 3 വിസിൽ വന്നപ്പോഴേക്കും ബീഫ് നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു. ഓരോ കുക്കറിനനുസരിച്ചിട്ട് വേവിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കപ്പയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മസാലയിൽ കിടന്നിട്ട് ആ കപ്പയൊന്ന് വേവാൻ വേണ്ടിയിട്ട്. തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയിൽ അല്പം ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ മൂപ്പിച്ച് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. കൂടെ നല്ല അടിപൊളി ഒരു സുലൈമാനിയും കൂടെ. അപ്പോൾ തനി നാടൻ സ്റ്റൈലിലാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. താങ്ക്